ആഗോളതലത്തിൽ സാമ്പത്തിക അസ്ഥിരതകളും ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾ ചിന്തിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പാദ്യം വിദേശ രാജ്യങ്ങളിൽ തന്നെ നിലനിർത്തുന്നതാണോ അതോ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് മാറ്റുന്നതാണോ കൂടുതൽ ലാഭകരം? വിദേശ ബാങ്കുകളിലെ പലിശ നിരക്കുകളും ഇന്ത്യൻ വിപണിയിലെ വമ്പൻ കുതിപ്പ് മുൻനിർത്തി ഈ നിമിഷത്തിൽ പ്രവാസികൾ സ്വീകരിക്കേണ്ട കൃത്യമായ നിക്ഷേപ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മൾ ഡേറ്റ സഹിതം പരിശോധിക്കുകയാണ്. എല്ലാവർക്കും മലയാളത്തിലേക്ക് സ്വാഗതം. വിദേശത്തെയും നാട്ടിലെയും മാറുന്ന മാർക്കറ്റ് സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഒരു പ്രവാസി എന്ന നിലയിൽ നിങ്ങളുടെ പണം എവിടെ സൂക്ഷിക്കണം എന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഇനി വീഡിയോയിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് പ്രവാസികൾ ഇപ്പോൾ ചിന്താക്കുഴപ്പത്തിലാകുന്നത്? കഴിഞ്ഞ കുറച്ചു കാലമായി US, UK, യൂറോപ്പ് തുടങ്ങിയ വിദേശ വിപണികളിൽ പണപ്പെരുപ്പവും പലിശ നിരക്കുകളിലെ വ്യതിയാനങ്ങളും വലിയ അസ്ഥിരതയാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊപ്പം പശ്ചിമേഷ്യയിലെയും മറ്റ് ആഗോളതലത്തിലെയും യുദ്ധപ്രതിസന്ധികൾ വിദേശ നിക്ഷേപങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പ്രവാസികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പല വിദേശ ബാങ്കുകളും തങ്ങളുടെ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ തുടങ്ങുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ വളർച്ചയാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സമ്പത്ത് വിദേശത്ത് വെറുതെ ഇടാതെ ഇന്ത്യയിലെ ശക്തമായ വിപണിയിലേക്ക് തിരിച്ചുവിടാൻ പല പ്രവാസികളും ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ട്. ഒരു പ്രവാസി തന്റെ പണം ഇന്ത്യയിലേക്ക് മാറ്റുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമായും 3 വലിയ നേട്ടങ്ങളാണ് ലഭിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയും മ്യൂച്വൽ ഫണ്ടുകളും ദീർഘകാലാടിസ്ഥാനത്തിൽ വിദേശ വിപണികളെക്കാൾ മികച്ച റിട്ടേൺസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആകർഷകമായ NRI ഡിപ്പോസിറ്റ് നിരക്കുകൾ. RBI വ്യവസ്ഥകൾക്ക് വിധേയമായി ഇന്ത്യൻ ബാങ്കുകൾ ഇപ്പോൾ പ്രവാസികളുടെ NRI ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ആകർഷകമായ പലിശ നിരക്കുകൾ നൽകുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ഈ NRI അക്കൗണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് ഇന്ത്യയിൽ യാതൊരുവിധ ടാക്സും നൽകേണ്ടതില്ല എന്നതാണ്. വിദേശ കറൻസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയ്ക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ദീർഘകാല നിക്ഷേപകർക്ക് നാട്ടിൽ കൂടുതൽ ആസ്തികൾ വാങ്ങിക്കൂട്ടാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുണ്ട്. എല്ലാ പണവും ഒന്നിച്ച് ഇന്ത്യയിലേക്ക് മാറ്റുന്നതിന് മുൻപ് പ്രവാസികൾ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ ഉപരിപഠനം വിദേശത്താണെങ്കിലോ അല്ലെങ്കിൽ ഭാവിയിൽ വിദേശത്ത് തന്നെ സ്ഥിരതാമസമാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ പണത്തിന്റെ ഒരു ഭാഗം വിദേശ കറൻസിയിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം ഭാവിയിൽ പണം വീണ്ടും വിദേശത്തേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന കറൻസി കൺവേർഷൻ ചാർജുകളും നികുതി നിയമങ്ങളും നഷ്ടം വരുത്തി വെച്ചേക്കാം. ഇതിനു പുറമെ ഇപ്പോൾ ഇന്ത്യയിലെ ഗിഫ്റ്റ് സിറ്റി പോലുള്ള അന്താരാഷ്ട്ര ഫിനാൻഷ്യൽ ഹബ്ബുകൾ വഴി പ്രവാസികൾക്ക് ഇന്ത്യയിൽ തന്നെ ഇരുന്ന് ആഗോള വിപണിയിൽ നിക്ഷേപിക്കാനുള്ള വലിയ അവസരങ്ങളും തുറന്നു കിട്ടുന്നുണ്ട്. ഒരു വിദഗ്ധ നിക്ഷേപകന്റെ ആംഗിൾ ചിന്തിച്ചാൽ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഒരൊറ്റ രാജ്യത്തോ ഒരൊറ്റ അസറ്റിലോ മാത്രം ഒതുക്കി നിർത്തരുത്. സാങ്കേതികമായി ഇതിനെ ഗ്ലോബൽ അസറ്റ് അലോക്കേഷൻ എന്ന് പറയാം. നിങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾക്കും വിദേശത്തെ ചെലവുകൾക്കുമായി ഒരു ഭാഗം പണം വിദേശത്ത് തന്നെ നിലനിർത്തുക. ബാക്കി വരുന്ന സർപ്ലസ് തുക ഇന്ത്യയിലെ NRI ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ വഴിയോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് നിക്ഷേപ ശൈലിയിലൂടെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിലേക്കോ മാറ്റി ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. മാറുന്ന ആഗോള നിയമങ്ങളും വിപണി സാഹചര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി മാത്രം നിങ്ങളുടെ നിക്ഷേപങ്ങൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക.